നല്ല ടേസ്റ്റി പ്രോൺസ് നിർവ്വഹണം ചെയ്യുന്നതിൻ്റെ റെസിപ്പി വേണ്ടേ? ഇത് കണ്ടോളൂ, ഇത് ഫുൾ കാണണം കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ മെത്തേഡാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു 2 പീസും ഇത്തിരി ഗ്രേവി മാത്രം കിട്ടിയാൽ മതി. നമുക്ക് എത്ര പ്ലേറ്റ് ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നിർവ്വാണയുടെ സ്പെഷ്യൽ മെത്തേഡ് റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഞാൻ ഗീ റൈസിനൊപ്പം കഴിക്കാനാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചപ്പാത്തി, പൊറാട്ട, നാണ് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. കോക്കനട്ട് മിൽക്കിൽ കുറുക്കിയ ഈ പ്രോൺസ് മസാല കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ! വായിൽ വെള്ളം ഊറി വരും. ഗീ റൈസിനൊപ്പം കൂട്ടി കഴിക്കാൻ ഞാൻ നിർവ്വാണയും പിന്നെ കുറച്ച് സാലഡും ചെയ്തിട്ടുണ്ട്, ഒരു പപ്പടവും, അത്രയേ വേണ്ടുള്ളൂ. അതൊന്നും ആവശ്യമല്ല. പ്രോൺസ് നിർവ്വാണയുടെ ഇത്തിരി മസാല മാത്രം മതി. ഇത് കുഴച്ച് കഴിക്കുമ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ പിന്നിലേക്ക് പോകും. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി വേണ്ടേ? ഇതാ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന മസാല എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആ മസാല റെഡിയാക്കിയിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു മിക്സി ജാറിലോട്ട് 5 കാശ്മീരി മുളകും, 1 ടേബിൾ സ്പൂൺ മല്ലിയും, 1 ടീസ്പൂൺ കുരുമുളകും, ഇത്തിരി ഉപ്പ് ഇപ്പോൾ ചേർക്കണമെന്നൊന്നുമില്ല, അതും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് അരക്കേണ്ടതാണ്, അതുകൊണ്ട് ഇതിലും കൂടുതൽ പൊടിക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. ഈ മസാല പൗഡറിലോട്ട് 5 പച്ചമുളക്, 1 ബൾബ് വെളുത്തുള്ളി, 12 കുഞ്ഞുള്ളി, 12-14 അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, 1 ഇഞ്ച് പീസ് ഇഞ്ചി, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 കൈ നിറയെ മല്ലിയില കുറച്ച് കൂടുതൽ വേണം. അത് ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടില്ല, അത് അരക്കുമ്പോൾ ചേർക്കും. ഉതിർത്ത 2-3 തണ്ട് കറിവേപ്പില വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ വിനീഗർ വേണം. ജിഞ്ചർ, ഗ്രീൻ ചില്ലി 5 എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പം കറിവേപ്പില 3 തണ്ട് കറിവേപ്പില ഉതിർത്തിട്ട് എടുക്കുക. കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച ഫ്രോസൺ മല്ലിയിലയാണ് ഞാൻ എടുക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 1/2 കിലോ പ്രോൺസ് കൊണ്ട് ചെയ്യുന്ന റെസിപ്പിയാണിത്. അതിനനുസരിച്ചുള്ള മസാലയാണ് ചേർക്കുന്നത്. ഈ ഒരു വലിയ സ്പൂൺ വിനീഗർ കൂടി ചേർത്താൽ മസാലയ്ക്ക് വേണ്ടുന്നതെല്ലാം ആയി. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ അയവില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ നല്ല ഗ്രീൻ കളർ മസാല റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. അതിൽ മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകെല്ലാം ചേരുന്നതുകൊണ്ടാണ് നല്ല ഗ്രീനിഷ് കളറിൽ വരുന്നത്. ഇനിയിപ്പം വെന്തൊക്കെ വരുമ്പോൾ കളർ മാറി വരും. മസാല പൊടിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടിപ്പോവരുത്. ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര പ്രയാസമായിരിക്കും, പ്രോൺസ് നന്നായിട്ട് വലിച്ചെടുക്കും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്ത് വെച്ചാൽ മതി, സ്പാച്ചുല തന്നെ വേണമെന്നില്ല. മസാല പിടിക്കാനായിക്കൊണ്ട് 20 മിനിറ്റ് മാറ്റി വെക്കണം. 20 മിനിറ്റിന് ശേഷം മസാലയിൽ നിന്ന് പ്രോൺസൊക്കെ എടുത്ത് മാറ്റി ബാക്കി വന്ന മസാല നമുക്ക് ഈ ഓയിലിൽ ചേർത്ത് വഴറ്റിയ ശേഷമാണ് പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി മസാലക്കൊപ്പം അരച്ചിട്ടുണ്ട്. ഈ സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാനൊരു 10 മിനിറ്റ് മൈക്രോവേവിൽ ഞാൻ നിരത്തി വെച്ചിട്ട് ഓൺ ചെയ്തു. അപ്പോൾ കുറേ ഇതിൻ്റെ വെള്ളമൊക്കെ ആറി വരും. അങ്ങനെ ചെയ്തെടുത്ത ഈ 2 സവോള ഇനി വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഡിഷ് ചെയ്യാൻ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. ആ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഈ സവോളയൊന്ന് ഫ്രൈ ചെയ്ത് കോരുന്നത്. ശേഷം ബാക്കിയുള്ള മസാല ഒക്കെ ചെയ്യുന്നത് കാണുക. 10 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കി ചെയ്യാം. ഇനി ഈ മസാല ഇട്ടൊന്ന് വഴറ്റണം. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ പ്രോൺസ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഈ മസാലയിലോട്ട് തന്നെ.
3-4 മിനിറ്റ് ഇങ്ങനെ നിരത്തി തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ അതിൽ ചേർത്ത് കൊടുക്കണം. ഒരു 2 കൈ വെള്ളവും കൂടി ചേർക്കണം. ഒന്ന് പ്രോൺസ് ഒക്കെ വെന്ത് വരില്ല. അതിന് കുറച്ച് തേങ്ങാപ്പാൽ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കുക. ശേഷം എല്ലാം നന്നായിട്ട് ഇളക്കി ചേർക്കുക. സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൈഡ് ഓണിയൻ നമ്മൾ ഒരു കൈ നിറയെ ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. നമുക്കിതിൻ്റെ ഒരു പീസ് കിട്ടിയാൽ മതി ഊണ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വേവാനായിക്കൊണ്ട് ഇത്തിരി തേങ്ങാപ്പാലിന് ചേർത്ത് 2-ാം പാൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഷോപ്പിൽ നിന്നും വാങ്ങിച്ച റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് ഇപ്പോൾ ചേർത്തത്. ലാസ്റ്റ് നല്ല തിക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൽ ഒന്ന് കുറച്ച് വെന്ത് ഓയിൽ തെളിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഈ റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഈ ഡിഷിൽ ടൊമാറ്റോ ചേർക്കേണ്ടതില്ല. പിന്നെ നമ്മളിതിൽ വിനീഗർ ചേർക്കുന്നുണ്ട്. അത് പിന്നെ ഈ പ്രോൺസിനൊക്കെ ചെറിയൊരു മധുരം കാണും. അതൊക്കെ മാറിക്കിട്ടും നല്ല ടേസ്റ്റായിരിക്കും. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാന്ന്. ഇത് കാണുമ്പോൾ തന്നെ ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്കറിയാലോ. ഇനി ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഡിഷ് റെഡിയാവും. ഇനി അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും ഒക്കെ ഓയിൽ മേലോട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ അല്ലാതെ ഇന്ന് നമ്മൾ വറവിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡ് നല്ല ഓയിൽ നന്നായി തെളിയുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും എല്ലാം. അപ്പോൾ എന്നാലും ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിരുന്നത്. കറിവേപ്പില തണ്ടോടുകൂടി ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. അതൊരു ഭംഗിയാണ് എടുത്ത് വെക്കാൻ. നമ്മുടെ ടേസ്റ്റി പ്രോൺസ് നിർവ്വാണം റെഡി. ഇനി ഒരു ഇത്തിരി ഡെക്കറേഷൻ മാത്രം.